പോക്സോ വകുപ്പുകൾ കൂടി ചേർക്കപ്പെട്ട കേസിൽ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാനാണ് പോലീസ് ശ്രമം. മരിച്ച 17-കാരി സഹപാഠിയുമായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ ആരിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സഹപാഠിയായ വിദ്യാർത്ഥിയുടെ രക്തസാമ്പിളുകൾ അടക്കം ശേഖരിക്കും. പിതൃത്വം തെളിയിക്കപ്പെടുന്ന പക്ഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് നീങ്ങുക. അതേസമയം കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ സ്കൂളിൽ പഠിപ്പ് മുടക്കി. ഈ സ്കൂളിൽ തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഒരുപക്ഷെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും PTA ഭാഗത്തു നിന്നും ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഇടപെടലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. സത്യത്തിൽ ഈ സ്കൂൾ സൃഷ്ടിച്ച രക്തസാക്ഷിയാണ് ഈ കുട്ടി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ KSU ആരോപിക്കുകയാണ്. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നും KSU പ്രവർത്തകർ ആരോപിച്ചു. ഇതിൽ നിന്ന് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? കൃത്യമായ ഒരു ഇടപെടൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിൽ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് സ്റ്റാഫുകളോ അല്ല മറ്റേതെങ്കിലും കുട്ടിയാണ് ഇതിന്റെ പുറകിലെങ്കിൽ അവരെല്ലാം കൃത്യമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് KSUവിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നിട്ടുള്ളത്. പനിക്ക് ചികിത്സ തേടിയ പെൺകുട്ടി തിങ്കളാഴ്ച പുലർച്ചെ 5:45 മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് 17-കാരി ഗർഭവതിയായിരുന്നുവെന്ന് കണ്ടെത്തിയത്.